ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എനിക്കറിയാം ഞാനും കുറച്ച് തിരക്കായിപ്പോയി, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വലിയ വീഡിയോ ആയിട്ട് വരികയാണ്. വലിയ വീഡിയോ എന്ന് വെച്ചാൽ അതൊന്ന് വിശ്വസിക്കുന്നു. അതൊരു ഫാമിലി വ്ളോഗ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ ഞാൻ എന്താ ഒരുങ്ങി, എൻ്റെ കണ്ണാടി ആക്ച്വലി പൊട്ടിപ്പോയിരുന്നു. ഞാനപ്പം വേറെ കൊടുത്തിട്ടുള്ളൂ, കിട്ടാൻ താമസം. അതാണ് കണ്ണാടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ പുതിയ കമ്മലാണ് ഗൈസ്, കനോട്ട് പ്ലേസ് എന്ന് മേടിച്ച. അപ്പം നമ്മളിത് ഒരുങ്ങി റെഡി ആയിട്ട് ഇനി ഇതേ ഗുരുവായൂർക്ക് പോകുന്ന വഴിയാണ്. അപ്പം നമുക്ക് വീഡിയോസ് എല്ലാം അപ്പം ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് നേരെ ചേച്ചീനെ പിക്ക് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പം പ്ലാൻ. ഇതാണ് എൻ്റെ പുതിയ ഡ്രസ് കേസ്. നമുക്കപ്പം ഗുരുവായൂർക്ക് പോകുന്ന വഴി കാണാം കേസ്. ഞങ്ങൾ ലേറ്റായി, ഇപ്പം 6:30 ഇപ്പം തന്നെ ഇറങ്ങണം. അപ്പം ഞാൻ എന്താ ഹരിബറിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പോകുന്ന വഴി കാണാം. ബൈ. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പോയത് കൊച്ചിക്കാണ്. അപ്പം എന്താ വേറെ ഒന്നുമല്ല, ഈ കാണുന്ന മുതലിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചൊറിയുന്നൊരു സ്വഭാവമുണ്ട്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയ നല്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു. റോഡ് മൊത്തം വഴിപ്പണിയൊക്കെ ആയതുകൊണ്ട് ആകെ കൊളായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന സൈഡൊക്കെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ അവിടെ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ പകുതി എങ്ങാണ്ടായപ്പോൾ നമ്മൾ ആര്യാസിലേക്ക് കയറി. അപ്പം പപ്പയും അമ്മയും പൂരി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവരുടെയും കൂടെ അങ്ങ് കഴിച്ചു. ഫൈനലി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. പണ്ട് കൊച്ചിലേക്ക് കൂട്ടുകാരെ വെക്കേഷന് ഊട്ടി, മൈസൂർ, കൊടൈക്കനാലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാകെ പറയാനുള്ളത് ആ ഗുരുവായൂർ അമ്പലത്തിലെ കുറച്ച് കഥകൾ മാത്രമായിരുന്നു. എന്തായാലും ഞങ്ങൾ 4 പേര് ഒന്നിക്കുമ്പോൾ ഒരു ഗുരുവായൂർ ട്രിപ്പ് അത് മസ്റ്റാണ്. ഇത്രയും വർഷം വന്നതിൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒരു സംഭാരം കൊടുക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് മിസ്സാക്കിയില്ല. അങ്ങനെ കുറച്ച് നീണ്ട ക്യൂവിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങി. അകത്തേക്ക് ഫോണും ഫോട്ടോഗ്രാഫിയും ഒന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ലോക്കറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ ഗുരുവായൂർ വന്നാലും ഇതേപോലത്തെ ഡാൻസുകൾ കണ്ടാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം, ഇതേപോലെ അരങ്ങേറ്റമൊക്കെ നടത്തണമെന്ന്. പക്ഷേ എന്നെ കൊണ്ട് കൂടിയാൽ കൂട്ടാവുന്ന ഒരു സാധനമല്ല ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് എനിക്കും എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്ക് പോയില്ല. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഗുരുവായൂർ വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ പോരാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് പായസം മേടിച്ചു. അമ്പലത്തിൽ നിന്ന് മേടിച്ച പാൽപ്പായസം ഡിക്കിയിൽ വെച്ചിട്ട് കഴിഞ്ഞ തവണ വന്നപ്പം ഇവിടുത്തെ അടുത്തൊരു കടയിൽ നിന്ന് പാലട പായസം മേടിച്ചിരുന്നു. അത് തന്നെ 1 ലിറ്ററും മേടിച്ചു ഞങ്ങൾ. അടിപൊളി, എങ്ങനെയുണ്ട്? സൂപ്പറാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു. പോരുന്ന വഴി 2 അമ്പലത്തിലൂടെ കയറിയിരുന്നു. ഈ അമ്പലത്തിന്റെ പ്രത്യേകത തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ആണ്. സാധാരണ കേരളത്തിലെ ഒരു അമ്പലം പോലെയല്ല, വ്യത്യസ്തമായ കുറച്ച് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ആയിരുന്നു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളും ഈ അമ്പലത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എല്ലാം നോക്കി കണ്ടത്. തൊട്ടപ്പുറത്ത് ഇതുപോലത്തെ വലിയ വലിയ സ്റ്റാച്യൂസ് പണിത ഒരു കലാക്ഷേത്രം ഉണ്ടായിരുന്നു. രണ്ടാമത് വന്നത് ഈ അമ്പലത്തിലാണ്. അപ്പോൾ ഈ 2 അമ്പലത്തിന്റെയും പേര് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്നെല്ലാം തൊഴുതിറങ്ങി നമ്മൾ തിരിച്ച് എറണാകുളത്തോട്ട് പോകാറായി. അപ്പം വിശന്നിട്ട് സമയം 4 മണിയായി. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചപ്പോൾ വണ്ടി കയറിയപ്പം തൊട്ട് എനിക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞു തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി വിശന്ന്. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഞാനും അമ്മും ചിക്കൻ ബിരിയാണി പറഞ്ഞു. അമ്മ വെജ് ഫ്രൈഡ് റൈസും പപ്പ പൊറോട്ടയും ബീഫും പറഞ്ഞു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ കൈ പൊള്ളുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശന്നിട്ടാണോ എന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് കഴിച്ച് നമ്മളിതാ എറണാകുളത്തേക്ക് വീണ്ടും തിരിച്ചിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോഴാണ് കുറച്ച് ഊർജ്ജം വന്നത്. വിശന്ന് പരവേശത്തെ എനിക്ക് ബിരിയാണി കിട്ടി ഗൈസ്. ഇനി ഞങ്ങൾ എവിടെ പോവാ? കുസാറ്റിൽ വണ്ടി എടുക്കാൻ വേണ്ടി പോണ ഗൈസ്. ഇനി 2 ഉറക്കമൊക്കെ പാസ്സാക്കി നല്ല ഗോൾഡൻ അവർ. മൈ മമ്മി ജി ഹായ് പറ. അമ്മ ഹായ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ അവിടെ ചെന്ന് കാണാം. അതുവരെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇനി അടുത്ത തിന്നാറാകുമ്പോൾ വീണ്ടും ഇനിയും അല്ലേ മേ? എന്നെ കൊണ്ട് വലിയ ശല്യം ഉണ്ടോ? 3 നേരം തിന്നാന്താന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? തിന്നാ ഉറങ്ങാ, സ്പോട്ട് ആകുമ്പോൾ എത്താ, അത്ര നേരം. ഓക്കെ ഗൈസ്, അവിടെ ചെന്ന് കാണാം. മുഖമൊക്കെ ടാൻ അടിച്ചു. വണ്ടി പാർക്ക് ചെയ്തിട്ട് മെട്രോയിൽ കയറി ലുലുവിൽ വരുവാണ്. എന്തായാലും ലേറ്റായി. അപ്പം പിന്നെ ലുലു വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ബ്ലോക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ അമ്മൂൻ്റെ അപ്പാർട്ട്മെൻറ്റ് അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ മെട്രോയ്ക്ക് പോകാൻ തീരുമാനിച്ചു. മെട്രോ കയറി ഇറങ്ങി ഇപ്പം ലുലുവിൽ പോവാ.
വെക്കേഷൻ ആയതുകൊണ്ടും സ്കൂൾ റീഓപ്പൺ ആവാൻ പോകുന്നത് കൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു. ഇതാ ഈ കാണുന്ന സോഫ്റ്റ് കോൺ തന്നെ 1/2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി അവിടെ ഇരുന്ന കുറച്ച് പിള്ളേരുടെ ഗെയിംസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ ഒരു ലുല്ലു ഉണ്ട്. ഒന്നും മേടിക്കണ്ട എന്ന് വിചാരിച്ച് പോയാലും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ഇറങ്ങുന്ന സ്വഭാവം നമുക്ക് മലയാളികൾക്ക് ഉണ്ടല്ലേ. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ കൂടെ വന്ന പപ്പ എന്റെ സ്കൂട്ടറും കൊണ്ട് കൊച്ചിയിൽ നിന്ന് ഏറ്റുമാനൂർക്ക് വണ്ടി കയറി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.